തലസ്ഥാനത്തിന്റെ ഗ്ലോബൽ മണ്ഡലമായ കോവളം നിയോജക മണ്ഡലത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്കറിയാം, വളരെ വാശിയേറിയ ഒരു പ്രചാരണവും വാശിയേറിയ മത്സരവും നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്, ഞാനിപ്പോൾ നിൽക്കുന്നത് വാഹന പര്യടനത്തിനാണ്. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള ഭഗത് റൂഫസ് ആണ്. വളരെ വലിയ തരത്തിലുള്ള ഒരു വാഹന പര്യടനം തന്നെയാണ്. നമുക്ക് ഈ പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് എത്തുന്നത്. നമുക്ക് സ്ഥാനാർത്ഥിയോട് തന്നെ ഒന്ന് ചോദിക്കും, പ്രചരണത്തിന്റെ അവസാന ഘട്ടമാണ്, എങ്ങനെ പോകുന്നു പ്രചരണമെല്ലാം? ഇത്രയും ആവേശകരമായ പ്രചരണം തന്നെ അതിന്റെ വ്യക്തതയാണ്. തീർച്ചയായിട്ടും ഈ 10 വർഷത്തിനപ്പുറം ഇടതുപക്ഷ സർക്കാർ മൂന്നാമതും കേരളം നയിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി കോവളം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ്. അനേകം വികസന പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നേതൃത്വം നൽകാൻ കഴിയും. അറിയാമല്ലോ, വാഗ്ദാനങ്ങൾ മാത്രമതല്ല, അത് ഓരോന്നും കറക്റ്റായിട്ട് അക്കമിട്ട് നടപ്പിലാക്കുന്ന ഒരു സർക്കാരാണ്. ഒരുപക്ഷെ സഞ്ജു സാംസൺ പോലെ പ്രതിഭകൾ ഉണ്ടായിരുന്നിട്ടും ഒരു ഗ്രാമപഞ്ചായത്തിൽ പോലും ടർഫ് നിലവാരമുള്ള ഒരു കോർട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ സ്പോർട്സിനെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികൾ വന്നിട്ടില്ല. ഇപ്പോൾ യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, പിന്നെ അറിയാലോ, നമ്മുടെ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ അനേകം തൊഴിൽ സാധ്യതകൾ അതിനോടൊപ്പം വരികയാണ്. അപ്പോൾ അത്തരത്തിൽ സ്കിൽ ട്രെയിനിങ് നൽകിക്കൊണ്ട് നമ്മുടെ വനിതകളെ ആയാലും പുതിയ യുവതലമുറയായാലും ചേർത്ത് പിടിക്കുന്ന സ്വയം സംരംഭകരാക്കി മാറ്റാൻ സാമ്പത്തികമായിട്ടുള്ള അവരെ ആ ഒരു സ്റ്റേബിലിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന പദ്ധതികളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പൊ അവസാന ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ നിർണായകമായ ദിവസങ്ങൾ കൂടിയാണ്. അപ്പൊ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ജനങ്ങളെ കാണുമ്പോൾ അവരുടെ ഒരു സമീപനം, അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണം? ഞാൻ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ നമ്മുടെ വെങ്ങാനൂർ ഡിവിഷന്റെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. ഈ കോവളം മണ്ഡലത്തിലെ തന്നെ 4 പഞ്ചായത്തുകളോളം വരുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ സ്വീകാര്യതയുണ്ട്. തീർച്ചയായിട്ടും ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരത്തിന്റെ ബാക്കി 13 മണ്ഡലങ്ങളും വികസന കാര്യങ്ങൾ പറയുമ്പോൾ അതില്ലാത്തൊരു മണ്ഡലമായിട്ട് കോവളം നിയോജക മണ്ഡലം മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതായത് ഈ നടപ്പിലായ വിഴിഞ്ഞം പദ്ധതി അറിയാലോ, അതിനെതിരെ സമരം നടത്തിയ ഒരുപക്ഷെ വലിയ വിദ്വേഷത്തിന് തിരിതെളിയിച്ച ഒരാളാണ് നമ്മുടെ ഇവിടുത്തെ MLA. നമ്മുടെ ഏക ശുദ്ധജല തടാകമായ വെള്ളായണിക്കായൽ, അത് തന്നെയാണ് ഈ പരിസര പ്രദേശത്തുള്ള ഗ്രാമപഞ്ചായത്തിലേക്ക് കുടിവെള്ള പദ്ധതിയായിട്ട് നിലനിൽക്കുന്നത്. അതിനെ സംബന്ധിച്ചും ഇപ്പോൾ ശുദ്ധീകരണ പ്രവർത്തനം 96.5 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കുകയാണ് കിഫ്ബിയുടെ ഭാഗമായിട്ട്. അതുപോലെ കാക്കാമൂല മേൽപ്പാലം നടക്കുന്നുണ്ട്, 32ഓളം കോടി രൂപയ്ക്ക് മുകളിലുള്ള. ഇതല്ലാതെ MLAയുടെ ഇനിഷ്യേറ്റീവിൽ ഒരു പദ്ധതി പോലും ഹൈമാസ്ക് ലൈറ്റ് അല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും MLAക്ക് തന്നെ അവകാശപ്പെടാം. നമ്മുടെ സർക്കാരിന്റെ പദ്ധതികളല്ലാതെ ഒരു വികസന പദ്ധതികൾ ഈ മണ്ഡലത്തിൽ നടന്നിട്ടില്ല. അതെല്ലാം ജനം തിരിച്ചറിയും. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണല്ലോ ഈ 9-ാം തീയതി. തീർച്ചയായിട്ടും അത്രയും നല്ല പ്രതീക്ഷയിലാണ്. അതുകൊണ്ടാണ് ഇത്രയും ആവേശകരമായ സ്വീകരണവും നമ്മൾ പോകുന്നിടത്തെല്ലാം ആ തരത്തിലുള്ള സ്വീകരണവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അത്തരത്തിലാണ് ഈ പറയുന്നത് പോലെ വികസനത്തിൽ, അതായത് കേരള സർക്കാരിന്റെ വികസന കാര്യങ്ങളും മണ്ഡലത്തിന്റെ വികസന മുരടിപ്പും തന്നെയാണ് കോവളം മണ്ഡലത്തിലെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഭഗത് റൂഫസിന് ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാനുള്ളത്. ഈ പറയുന്നത് പോലെ ടൂറിസത്തിനൊക്കെ വലിയ വഴികളുള്ള, വാതായനങ്ങളുള്ള ഒരു മണ്ഡലം കൂടിയാണ് കോവളം നിയോജക മണ്ഡലം. ജനങ്ങൾ ഇനി 9-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ വലിയ തരത്തിലുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളും. ഈ റോഡ് ഷോയും അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. റോഡ് ഷോയിൽ അണിനിരന്ന ഈ ഒരു റാലി തന്നെ നമുക്ക് ആ ഒരു ആവേശത്തിന്റെ ഒരു ഉദാഹരണം തന്നെയാണ്. ക്യാമറ പേഴ്സൺ ബിച്ചു പൂവച്ചലിനൊപ്പം ദിൽന ദിനേശ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.